जाओ जाओ वो गाड़ी लेकर जाओ मेरा दिमाग बहुत खराब है പാകൽ. അയ്യോ മാമ അത് മാത്രം പറയണ്ടായിരുന്നു. അവരാ വണ്ടി കഴുകാത്തോണ്ടല്ലേ. എന്ത് പായൽ സാലേ പോ പോ പോ. ഓക്കെ, പക്ഷെ ആദ്യമേ വാങ്ങിക്കാനുള്ളതിന്റെ ഒക്കെ ലിസ്റ്റ് ഇതാ. എന്തിന്? ചാലേ പോകാൻ പറഞ്ഞില്ല. അയ്യോ എടാ, നിനക്കൊരു കാര്യം അറിയോ? 16 കൊല്ലമായി ഞാൻ ഈ അന്യ സംസ്ഥാനത്ത് ഈ ടയർ കട തുടങ്ങിയിട്ട് എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ എന്റെ പെങ്ങടെ മോനായ നീ വന്നതിന് ശേഷം എനിക്ക് ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരുത്ത കാരണം എനിക്കൊരു പഞ്ചാബിയുടെ കയ്യിൽ നിന്ന് വരെ അടി കിട്ടി. ഞാൻ എന്തോ ഇതെന്ന് അയാൾ ഈ പറഞ്ഞു വരുന്നത്. നീ എന്തോ ഇതെന്ന്? കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് ആ റോഡ് സൈഡിൽ അള്ളു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ ഒരു പഞ്ചാബിയുടെ വണ്ടി കയറി പോവുകയും ചെയ്തു. അതെ, എന്നിട്ട് ഈ പഞ്ചാബി എന്ത് ചെയ്തേ? നമ്മുടെ ടയറുടെ വരാതെ വേറൊരു ടയറുടെ പോയി പഞ്ചർ ഒട്ടിച്ചേക്കുന്നത്. അത് എന്റെ തെറ്റാണോ? അല്ല, നിന്റെ തെറ്റേ അല്ല. പക്ഷെ നീ ആ പഞ്ചാബിയുടെ അടുത്ത് എന്താ പറഞ്ഞേ? പഞ്ചാബി, നിങ്ങൾ പഞ്ചർ വേണോ വേറെ കടയിൽ പോയി ഒട്ടിച്ചോ, പക്ഷെ അള്ളു അത് ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നോണം. ആ അള്ളു വെച്ചാണ് അയാൾ എന്റെ കറു നോക്കിയ അടി തന്നെ. ഞാനത് ഒരിക്കലും മറക്കത്തില്ല. നീ എടുത്ത കാരണം താണ്ടെ ഇതേപോലത്തെ 3 മെഷീൻ കേടായി പോയി. അത് നിങ്ങളെ ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ചു തരാത്തന്റെ കുഴപ്പ. ഞാൻ എന്തുവാണ് നിന്നെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു തരാത്ത? കേടോ, ഇയാളല്ലേ എന്നോട് പറഞ്ഞ ഗ്യാസിന് ജലൂസിന് നല്ലതാണെന്ന്. എന്ന് വെച്ച് ഗ്യാസ് ഇറക്കി നീ കംപ്രസറി ജലൂസിന് ഒഴിക്കാൻ ഞാൻ പറഞ്ഞോ? നമ്മള് ആത്മാർത്ഥമായിട്ട് എന്ത് തൊഴിൽ ചെയ്താലും ഇതൊരു നിലയമില്ലല്ലോ. നമുക്ക് വെളിയിറങ്ങിയ പട്ടിയുടെ ആത്മാർത്ഥതയുടെ കാര്യം നീ ഒന്നും പറയരുതേ. ഇന്നലെ ഇവിടെ ഒരു പാണ്ടി ലോറി വന്ന് അതിന്റെ ടയറ് കട്ടയിടാൻ പറഞ്ഞപ്പോ നീ എന്തുവാ ചെയ്ത്? ആ 4 ടയറിലും 4 കട്ട ചതുരത്തെ വെട്ടി ഒട്ടിച്ചു വെച്ചു. അല്ലടാ, ഞാൻ റോട്ടിൽ നോക്കുമ്പോ മരക്കുതിര പോന്ന പോലെ ഒരു പാണ്ടി ലോറി പോന്നു. ഇങ്ങനെ ഒരുമാതിരി എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. എടാ, എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കടാ? നീ ഇവിടെ വന്ന സമയം ഞാൻ വീട്ടിൽ പോയി ജാക്കിയുടെ ലിവർ എടുക്കാൻ പറഞ്ഞപ്പോ നീ എന്തുവാ ചെയ്തേ? ഞാൻ എന്തുവാ ചെയ്ത്? ഞാൻ ഓമനിച്ച് വളർത്തി എന്റെ ജാക്കിപ്പട്ടി അടിച്ചു കൊന്ന് അതിന്റെ ലിവർ എടുത്തോണ്ട് വന്നല്ല. പക്ഷെ മാമൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ അത് തിരിച്ചുകൊണ്ട് വെച്ചില്ലേ. പക്ഷെ അത് ചത്തില്ലേ. ഇതിനിടയ്ക്ക് അതിനോട് ചാവാൻ ഞാൻ പറഞ്ഞു. കാര്യം ഒന്നടിച്ചല്ലേ മാമ? ഒഴിച്ചു വെച്ചതേ ഉള്ളൂ, പക്ഷെ അടിച്ചില്ല. സമയം ഒന്നടിച്ച് മാമ ഊണ് കഴിക്കാൻ ഊണ് കഴിക്കാനുള്ള സമയല്ലേ. ഇവിടുത്തെ വർക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എന്ത് മാമ കഴിക്കാൻ പോകുന്നില്ലേ? പോകുമ്പോ 2 വർക്കേ പോത്തുള്ളൂ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയ എന്റെ ഉയിര് പോകും. എന്നാ വർത്താനോ മാമ ഈ പറയുന്നത്? എനിക്ക് എന്നെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. നിനക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇന്നലെ ഇതേ സമയം ഇവിടെ ഒരു കാറ് വന്നു. എന്നിട്ട് അവൻ നിന്നോട് എന്തോ ചോദിച്ചേ? ആ ടയറിന്റെ മുട്ടയൊന്ന് മാറ്റി കൊടുക്കാവുന്നു. എന്നിട്ട് നീ എന്തോ ചെയ്ത്? ആ ടയറിനൊരു വിഗ് വെച്ച് കൊടുത്തു. എടാ, മുട്ട മാറ്റാൻ പറയുമ്പോ വിഗാണോടാ മുട്ട വെച്ചു കൊടുക്കട്ടെ? മാമ, എനിക്കൊന്നും അറിയാൻ മേലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. ഒന്നും അറിയാൻ മേലെന്ന് പറയല്ലേ രാജേഷേ. കടയുടെ ആവശ്യത്തിന് കുറച്ച് സ്റ്റെപ്പിന് വേണമെന്ന് പറഞ്ഞപ്പോ 7 പെമ്പിള്ളാരുടെ ഫോൺ നമ്പർ എന്റെ വാട്സപ്പിൽ അയച്ചു തന്നവനാണ് നീ. അതേ 7 പെമ്പിള്ളാർക്ക് രാവിലെ ഓലയുടെ പടമുള്ള ഒരു ഗുഡ് മോർണിംഗും വൈകിട്ട് തത്തയുടെ പടമുള്ള ഒരു ഗുഡ് നൈറ്റും അയച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് മാമ. ഇറങ്ങടാ, ഇപ്പൊ തന്നെ ഇറങ്ങടാ. ബാഗ് എല്ലാം പാക്ക് ചെയ്ത് നീ നാട്ടിൽ പൊക്കോ. മാമ, ഞാനിപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാമിന് ഇവിടെ വേറെ ഭാര്യ മക്കളും ഉള്ള കാര്യം ഞാൻ മാമിയുടെ അടുത്ത് അറിയാതെ പറഞ്ഞു പോകും. ആരാ പോകാൻ പറഞ്ഞു? ഇവിടെ നില്ലേ, എനിക്ക് നിന്നെ വേണം. ഓക്കേ, പണി പഠിക്കാനാന്ന് പറഞ്ഞ് എത്ര കൊല്ലമാണ് നീ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? പണിയോ പഠിക്കുന്നില്ല. എന്തേലും ഒരു സംശയമെങ്കിലും നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? മാമ, എനിക്ക് സംശയം ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഒരുമാതിരി പേടിയാ മാമനോട് ചോദിക്കാൻ. വഴക്ക് പറയൂ? നീ ചോദിക്കട, ധൈര്യമായിട്ട് ചോദിക്കും. സംശയങ്ങളൊക്കെ ചോദിച്ചാലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ചോദിക്കട്ടെ? ചോദിക്ക് മാമ. ഈ താടി വളരെ തന്നെയാണോ? താടി വെച്ചാണോ പഞ്ചറൊട്ടിക്കുന്നത്? ടയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഈ പുതിയതായിട്ടൊരു വണ്ടി വാങ്ങിക്കുന്നതിന്റെ ആ ടയർ ഉണ്ടല്ലോ, പുതിയ വണ്ടിയുടെ ടയർ, അതിന്റെ അടി എന്തിനാ ഈ നാരങ്ങ വെക്കുന്നു? യാത്ര ചെയ്യുമ്പോ ഈ ടയറിന് ചിലപ്പോ ഷർദിൽ വരും. അതുകൊണ്ട് ശരിക്കും അല്ല, അതൊക്കെ പോട്ടെ. ഈ ടയർ എന്ത് മാമ കറുത്തിരിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും കറുത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ സംശയം. എടാ, ഞാൻ പറയുന്ന ജോലി മാത്രം നീ മര്യാദയ്ക്ക് ചെയ്താൽ മതി. നീ താണ്ട ആ ടയറിന് പോയി ഇച്ചിരി പൗഡർ ഇടും. ടയർ എന്ത് കല്യാണത്തിന് പോന്നാ പൗഡർ ഇടാൻ? ലിവർ വെച്ച് തലയിടറിയാ? ഏതാ സാധനത്തിന്റെ തലയിലടിയാ? ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കുന്നുണ്ടോ? പോടാ. ഇനിയിപ്പോ ഇതനുസരിച്ചില്ലെന്ന് ഇങ്ങേര് പറയണ്ട. മാമ, എഴുന്നേക്ക് മാമ. അയ്യോ,
അയ്യോ എന്റെ മാമൻ മരിച്ചുപോയ ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യുക? പാവം ഒരു മനുഷ്യനായിരുന്നു. ഇന്നലെയും കൂടെ എന്നെ വഴക്ക് പറഞ്ഞേ ഉള്ളു. വെറും സാധു മനുഷ്യനാ. മാമിയുടെ തന്നെ ഞാൻ എന്ത് പറയുന്ന ഓർക്കുന്നത്. മാമൻ പോയേ, വെറും സാധു മാമനായിരുന്നു. ഇതോടെ ചെയ്യുന്ന മാമ വിരലിന് ഭയങ്കര കരിമാമ. അത് തുടയ്ക്കാൻ വേണ്ടി ഒരു പേപ്പർ എടുത്തത്. സ്നേഹമുള്ളൊരു മരുമോൻ. ഡേയ് എന്റെ മോളെ ഞാൻ നിനക്ക്, മാമന്റെ മോളെ എനിക്ക് എടാ എന്തുവാന്ന് പറഞ്ഞിട്ട് പോയി കിടക്ക്. ഇങ്ങനെ എങ്ങനെ എഴുതിട്ട് മാമ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ്. എന്തുവായിരുന്നു പറയാൻ വന്ന? മാമന്റെ മോളെ എനിക്ക് കെട്ടിച്ചേരണം എന്ന് ബന്ധുക്കാരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കെട്ടിച്ചേരൂല. എന്നാ വർത്താനോ മാമ പറയുന്ന? ഒരുമാതിരി ആശിപ്പിച്ചിട്ട് ഇങ്ങനൊന്നും ചെയ്യല്ലേ, കൊതിപ്പിച്ച് കളഞ്ഞു മാമ. ഞാൻ ബോധം കെട്ട് കിടന്നപ്പോ എന്തോടാ എന്റെ വായിക്കത്തോട്ട് അടിച്ചു വന്ന് ഇരിക്കുന്ന കുറ്റി. ഹൈഡ്രജൻ ഗ്യാസ് ഞാൻ പറഞ്ഞു പോത്തില്ലടാ. പോടാ എല്ലാരും മാമ ഇനി അടിച്ചുവിടരുന്നത്. മാമ അയ്യോ പോടാ അവിടുന്ന്. മാമ ഇതെന്ത് മാമ കയറിട്ടൊക്കെ കെട്ടുന്ന? ഒരു സേഫ്റ്റിക്ക്. അപ്പൊ ഇതിനാണോ ടയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്? ഇറക്കടാ എടാ പോടാ. ഞാൻ ഒന്നും ചോദിച്ചില്ല, നീ മിണ്ടാ അവിടെ ഇട്ടാ മതി. ഞാനിപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവാ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കട ഇന്ന് അവധിയാണെന്ന് പറഞ്ഞേക്കണം. ഓക്കെ? നിനക്ക് ഊണ് വേണ്ടല്ലോ? വേണ്ട, ഞാൻ ബാറ്ററിയിലാണല്ലോ ഓടുന്നത്. ചേട്ടാ ഞാനും മനുഷ്യരാ, എനിക്കും മര്യാദക്ക് ഊണ് വാങ്ങിച്ചോണ്ടോ? എനിക്ക് വിശക്കും. വാങ്ങിച്ചോണ്ട് വാ. തരത്തില്ല. ഞാൻ ഊണ് വാങ്ങിച്ച് തരത്തില്ല. എന്തോ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ജോലി നീ മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? മാമ എന്നെ കളിപ്പിക്കാൻ നോക്കുമല്ലേ? ഞാൻ മാമ പറയുന്ന എല്ലാ ജോലിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉപയോഗിച്ച് തീർത്ത ആളിലൊക്കെ എവിടെ വെച്ചു കാണിക്കും. ചുമ്മാ എവിടെ കയറി ചുമ്മാ കുത്തി ചോദിക്കല്ലേ, എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ആണ്ടാ ഇന്നലെ ഉപയോഗിച്ച് തീർത്ത എല്ലാ ആളും ഉണ്ട്. കണ്ടോ ഇയാള് ചളങ്ങിയിരിക്കുന്നത്. അയ്യോ അതൊന്നും പറയണ്ട മാമ. ഇന്നലെ ഒരു വണ്ടി കള്ളു വെച്ചത്. ആ വണ്ടിയാണ് പഞ്ചർ വയലിൽ ഇയാള് മൊത്തം ചപ്പിപ്പോവുകയും ചെയ്ത്. എന്താ പറയാനെന്ന് പറ. അതേത് വണ്ടി? നമ്മുടെ നാട്ടിൽ എന്താ റോഡ് റോളർ എന്താ പറയുന്നത്? ദൈവമേ, റോഡ് റോളറിന്റെ അടിയിലാണോ പൊട്ട അള്ളു കൊണ്ടുവെക്കുന്നത്? അവര് വഴക്ക് പറയോ? ഞാൻ ഇന്നലെ കുറെ പുതിയ ആള് വാങ്ങിച്ചു, അതെവിടെ വെച്ച്? അതാണ് മറന്നുപോയി മാമ. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഊണ് കഴിക്കാൻ പോവാ. തിരിച്ചു വരുമ്പോ ആ പുതിയ ആളിനെ ഇവിടെ കാണണം. ഓക്കെ? ഇല്ലെങ്കിലാ എന്റെ സ്വഭാവം മാറും. ഇനിയിപ്പോ പുതിയ ആളിനെ എവിടെ തപ്പിക്കൊണ്ട് വരൂ? കിട്ടി മാമ എവിടാ വെച്ചെന്ന്? ഈ സ്കൂട്ടറിന്റെ അടിയില്. എടാ പട്ടി, അയ്യോ എന്റെ ഊണ് കഴിക്കേണ്ട സമയമല്ലടാ നീ കൊണ്ട് തൊലച്ചത്. ദൈവമേ, അവൾ എന്തിനാണോ ഇവന് ഇവിടെ തന്നെ കൊണ്ട് കെട്ടിയെടുത്ത്? ഇനി ഞാൻ എങ്ങനെ പോയി ഊണ് കഴിക്കും വണ്ടി ഇല്ലാതെ? ഒരു വഴിയുണ്ട് മാമ. നിങ്ങളെ ഇനി പറന്നു പോയി ഊണ് കഴിച്ചോ. എടാ ഓടാ അങ്ങോട്ട്. ഞമ്മക്കിന്ന് പെരുത്ത് സങ്കടമായി. ഇത്ര സങ്കടപ്പെട്ട് എന്തിനു വാപ്പ പെടുക്കാൻ പോകുന്നത്? ഒത്തിരി വിഷമമായെന്ന്. അങ്ങനെ ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് അനക്ക് ദുബായ് പോകാനുള്ള വിസ എല്ലാം ഏർപ്പാടായിട്ടുണ്ട്. ഇനി കളിച്ചിരിച്ച് അടക്കല്ലേ? ഇല്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയോളൂ. എന്തുവാടാ ഇത്? ബാറ്റ്. എത്ര ശ്രമിച്ചിട്ട് ഈ ബാഗിനകത്ത് കേറുന്നില്ല വാപ്പ. അമ്മക്ക് നോക്കി എന്നിട്ടും കേറുന്നില്ല. അനക്ക് എത്ര അനക്കിട്ടും കാര്യമില്ല, ഇതിനകത്ത് ഇത് കേറൂലെന്ന്. നമ്മള് പറയുന്നത് എന്താ അനക്ക് മനസ്സിലാവത്തെ? മനസ്സിലാക്കാം. ഈ നാളെ ദുബായ് ചെല്ലുമ്പോ അവിടെ ഒരാള് വരും, കാതർക്കാൻ. പടച്ചോനെ എന്റെ കാത്. എടാ മുതു കണ്ട എന്റെ കാതർത്ത് മാറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. പിന്നെ നമ്മുടെ ചെങ്ങായി കാതർ ഇക്കാ. അങ്ങനെ ഓനെ കണ്ടുടഞ്ഞേ ഈ ഞമ്മളെ വിളിക്കണം. എടാ ഇപ്പൊ വിളിക്കാല്ലോ, അവിടെ എത്തിയിട്ട് വിളിക്കണമെന്ന്. അതല്ല, ഈ പെട്ടിയുടെ കൈ കയറിയിരിക്കുവാ വാപ്പാ. ആ കൈ അങ്ങ് എടുത്ത് മാറ്റി. അതിനേക്കാളും നല്ല വാപ്പയുടെ ചന്തി എടുത്ത് മാറ്റുന്നില്ലേ ഈ ചെറുക്കനെ കൊണ്ട്. അയ്യോ വാപ്പാ, എനിക്ക് ദുബായ് ചെന്ന് ആരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ എനിക്ക് നാട്ടിൽ തന്നെ നിന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ആവണം. അതാണ് എന്റെ ആഗ്രഹവും സ്വപ്നവും. അടച്ചോനെ, എന്റെ പുള്ളയുടെ സ്വപ്നങ്ങളെ. കൊലക്കച്ചവടം നടത്തുന്ന ജാഫറിന്റെ നമ്പർ ഈ ഒന്നോനെ വിളി.
ജാഫറിനെ എന്തിനു ഞാൻ ഇപ്പൊ വിളിക്കണം? 10 വാറ്റ് പഴം കിട്ടും, പഴം. എന്റെ പ്ലാനിങ് ഇതൊന്നും അല്ല. പിന്നെ എന്റെ ഉദ്ദേശം എന്താ? എന്റെ പ്ലാനിങ് അനുസരിച്ച് ആദ്യമേ വാപ്പയുടെ നിന്ന് കുറച്ചുകൂടാൻ പൈസ വാങ്ങിക്കുക. എന്നിട്ട് ആ പൈസ കൊണ്ട് നേരെ ദുബായ് പോവാ. എന്നിട്ട് ദുബായ് ചെന്നിട്ട് ഒരു ഓട്ടോ വാങ്ങിക്കുക. എന്നിട്ട് ദുബായ് മുക്കില് മൊത്തം ആ ഓട്ടോ അതാ ഇങ്ങനെ ഇരുന്ന് ഓടിക്കണം. എന്തിനാ ഓട്ടോ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നേ? ഇത്ര സ്ഥലം ഉണ്ടല്ലോ, നമുക്കൊരു അറബിയെ ഇരുത്താം. ഓ, ഐഡിയ കൊള്ളാം. ടിപ്പർ ഓടിക്കുന്ന ഷമീറിന്റെ നമ്പർ ഒന്ന് വിളി. ഷമീറിനെ എന്തിനു ഞാൻ ഇപ്പൊ വിളിക്കണം? ഓൻ ഒരു ലോഡ് മണ്ണിറക്കുമ്പോ അത് വാരി തിന്ന്. എടാ, എന്റെ കുട്ടിക്കളി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ബുദ്ധിയില്ലായ്മ, മണ്ടത്തരം. അതെങ്ങനെയാ? വാപ്പയുടെ ബുദ്ധിയല്ലേ എനിക്ക്. മോനെ മനാഫേ. ഇത് വാപ്പ, മോനി കട്ടിലെ കേറി ഒന്ന് കിടക്കാവോ? എന്തിനു വാപ്പ? അന്റെ വായി കേറി ഇരിക്കാൻ. വാ തുറന്നു കഴിഞ്ഞാ തറുതലല്ല, ഒന്നും പറയില്ല. എടാ അന്റെ ഈ പ്രായത്തില് ഞമ്മള് ഗൾഫില് ചുട്ടു പൊള്ളുന്ന മണലില് കിടന്നുരുളുവായിരുന്നു. അതുപോലെ ആരെങ്കിലും അനക്കറിയാവോ? ആര്? കപ്പലുണ്ട്. കപ്പലുണ്ടിയാ? എടാ, അനക്ക് കളിയാക്കാല്ല വേറെ എന്തെങ്കിലും അറിയാവോടാ? അനക്കൊന്നും അറിയത്തില്ല. എടാ, ഞമ്മള് പണ്ട് കൊച്ചി കടലില് കയറിയായിരുന്നു ഗൾഫിൽ പൊക്കോണ്ടിരുന്നത്. എന്തുവാടാ ഇത്? വാപ്പല്ലേ പറഞ്ഞു ഇതുകൊണ്ടല്ലേ ഗൾഫിൽ പോകാൻ പറ്റത്തുള്ളൂ. എടാ പുല്ലേ, അത് വിസ, ഇത് പിസ. നമ്മൾ എന്താ പറയുന്നത്? ഈ എന്താ കേക്കുന്നത്? ഞമ്മളെവിടായിരുന്നു പറഞ്ഞു നിർത്തിയേ? വാപ്പ കുരു കയറിയാ ഗൾഫിൽ പോയത്. നമ്മളപ്പോ കുരു കയറി. കൊച്ചി അറബിക്കടലിന്റെ അനിത. അറബിക്കടലിന്റെ റാണി എന്നല്ലേ? റാണിയായിട്ട് ഞാൻ പിണക്കത്തില്ല, അതുകൊണ്ട് അവളുടെ അനിയത്തി അനിതയുടെ പേര് ഞാൻ എടുത്തു. കണ്ടിന്യൂ. അന്റെ ഈ പ്രായത്തില് നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 5-6 പോലീസ് കേസ്. വീട്ടിൽ ചെന്ന നാട്ടുകാരെ കുറ്റവും പെടും. അതും പോയി കഴിഞ്ഞിട്ട് ബാപ്പയുടെ തെറിവിളിയും ബഹളവും മൊത്തം ഞമ്മള് കേക്കണം. ചെറിയ പൊടുപ്പൊന്നും അല്ലല്ലോ പൊടിച്ചു വെച്ചേക്കുന്നത്. ഇതിനേക്കാളും ഭേദം ഞാൻ തന്നെയാ. ഈയിടെ ഞമ്മള് പറയുന്ന ഈ കേക്ക്. ഒരു ദിവസം ടെക്സ്റ്റൈൽസിലെ കവറില് ഒരു മുണ്ടും ഒരു ബനിയനും മാത്രം ഇട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് ഞമ്മള് സങ്കടത്തോടെ ഊര് പോകുന്നിടത്ത് പോയി നിന്ന് വാപ്പാ ജട്ടി എടുക്കാൻ മറന്നല്ലേ? ഞമ്മള് പറയുന്ന ഈ കേൾക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു? വാപ്പ പറ. അങ്ങനെ ഊര് പോയി കടലിന്റെ നടുക്കെത്തിയപ്പോഴാണ് ഞമ്മക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? ഞമ്മടെ വഴി തെറ്റി. വാപ്പ വണ്ടേ വഴി തെറ്റിയോണ്ടാണല്ലോ വാപ്പ ദുബായിലോട്ട് പറഞ്ഞു വിട്ടു. എടാ അതല്ലടാ, പിന്നെ ഉരുവിന്റെ വഴി തെറ്റി. എങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും വഴി ചോദിച്ചോട്. കടലിൽ നടക്ക് എന്റെ കൊച്ചാപ്പ മുറുക്കാൻ കട ഇട്ടേക്കുവാണല്ലോ ചോദിക്കാൻ. വാപ്പയെ പോലല്ല, കൊച്ചാപ്പയ്ക്ക് ജീവിക്കാൻ അറിയാം. ഗുണ്ട ബിജുവിന്റെ നമ്പറാ. യോനെ ഇവിടെ വിളിച്ചു വെച്ചിട്ട് നമ്മുടെ കയ്യും കാലും തല്ലി ഒടുക്കി. എന്തിനു വാപ്പ? പൊട്ടിയ സിനിമയുടെ ഉത്തരവാദിത്വം സംവിധായകനും കൂടെ ഉള്ള. എനിക്കിത് കിട്ടണം. ആ ഫോണിങ് എടുക്കടാ. ഹലോ, കള്ള വിഷയ ഫോൺ ചതിച്ച. എന്തുവാണ് അവൻ കാണിച്ചത് കണ്ടോ? ഇനി വീഡിയോ കോൾ അല്ലല്ലോ, സാധാ കോളല്ലേ? എടാ അതല്ല, ഞമ്മടെ ചെങ്ങായി കാദർ ഞമ്മളെ ചതിച്ചടാ. എന്റെ ഇത് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് അനക്കടിച്ചു തന്ന അവൻ കള്ള വിസ. പടച്ചോനെ, ഇനി ഞമ്മൾ എന്തോ ചെയ്യും? എന്താ ഇത്? റബ്ബർ ഷീറ്റ് അടിക്കണം ബാബുവിന്റെ നമ്പറാ. എന്തിന്? വാപ്പ എന്നോനെ വിളി. ഞാനെന്തിനാ ബാബുവിനെ വിളിക്കുന്നത്? ഓനെ വിളിച്ചിട്ട് ഒരു ഷീറ്റ് റബ്ബർ കൊണ്ടുവരാൻ പറ. എന്നിട്ട് അതിരുന്ന് വലിച്ചോണ്ടിരി. മനോപ്പേ.